വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ പൈസ ഇങ്ങനെ കേട്ട സമയത്ത് ആഴ്ചയിൽ 2.5 ലക്ഷം, മാസം 10 ലക്ഷം, അതൊക്കെ ഉണ്ടാക്കാതെ കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ ആളുകൾ സ്റ്റേജിൽ വന്നിട്ട് ഇതേപോലെ എന്ത് പറഞ്ഞു തുടങ്ങി. 50,000 ആദ്യം 50,000 1 ലക്ഷം ടോട്ടൽ ഇൻകം വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ മാസം 60,000 രൂപ വാങ്ങുന്ന ആൾക്കാരെ കണ്ടു. കുറച്ച് കഴിഞ്ഞ മാസം 1.5 ലക്ഷം വാങ്ങുന്ന ആൾക്കാരെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ മാസം 2.5 ലക്ഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ മാസം 5 ലക്ഷം ഉണ്ടാക്കുന്ന ആളെ കണ്ടു. ലാസ്റ്റ് 10 ലക്ഷം ഉണ്ടാക്കുന്ന ആളെ വരെ അവിടെ നിന്ന് കാണാൻ സാധിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അവിടെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റിന് നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ 17ാമത്തെ വയസ്സ് മുതൽ +2 കാലഘട്ടം മുതലേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എപ്പോഴും അനാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യണം, നമ്മള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ 17ാമത്തെ വയസ്സിൽ തന്നെ ആലോചന തുടങ്ങി. ഞാൻ നോക്കിയ സമയത്ത് ജോലിക്കാരെയും ബിസിനസ്സുകാരെയും ഞാൻ എടുത്തപ്പോ ജോലിക്കാര് 60ാമത്തെ വയസ്സിൽ നെട്ടോട്ട് ഓടുകയാണ്. നേരെ മറിച്ച് ബിസിനസ്സുകാരെ നോക്കണമെങ്കിൽ 10-35ാമത്തെ വയസ്സിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെറ്റിലായി അവരുടെ റിട്ടയർമെന്റ് നടത്തി അവര് ബിൽഡിങ്ങും അതുപോലെ തന്നെ അസറ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു ഏജ് 35-40ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ജോലി തിരഞ്ഞെടുത്താൽ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബിസിനസ് ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. എന്ത് ബിസിനസ് ചെയ്യുന്നുള്ള ആലോചനയിലായി. പിന്നെ അങ്ങനെ 3 വർഷം എന്റെ ലൈഫിൽ കടന്നുപോയി. 20ാമത്തെ വയസ്സിൽ ഈ അവസരം കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ അന്വേഷിച്ചെടുക്കുന്നത് എന്താണ്, ബിസിനസ് ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഒരു മുതൽ മുടക്കും വേണ്ട, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. എന്നെ ഭയങ്കരമായിട്ട് അത് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഒരു ബിൽഡിംഗ് നമ്മുടെ നാട്ടിൽ ഇടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നാട്ടിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് കെട്ടണം, കറണ്ട് ബില്ല്, സാലറിക്ക് ആള് നിർത്തണം, അതുപോലെ തന്നെ സ്റ്റോക്ക് എടുത്ത് വെക്കണം, അനേകായിരം ചെലവുകളുണ്ട്, ആണോ അല്ലേ? മാത്രല്ല ലക്ഷങ്ങൾ മുടക്കാനും വേണം. ഇനി മുടക്കിയാലും അത് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ലക്ഷങ്ങൾ വേറെ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് വിജയിക്കാന്ന് മനസ്സിലായി. 3 വർഷമല്ലേ, ആളുകൾ 60 വർഷം കൊടുത്തിട്ട് 40-50 വർഷം ഗൾഫ് മേഖലയിലും പല ബിസിനസ്സിലും പല ജോലിയിലും കൊടുത്തിട്ട് വിജയിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ള ഒരു തിരിച്ചറിവ്. ചെയ്ത് നോക്കി അഥവാ വിജയിച്ചാലോ, ഇനി തോറ്റ് കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 12 പ്രോഡക്റ്റ് ഇറക്കിയത് വിറ്റ് ഇറക്കിയ പൈസ കിട്ടി, ആണോ അല്ലേ? അപ്പോ എന്റെ സുഹൃത്താണ് പറയുന്നത്, അവര് വിശ്വസിച്ചു, ഞാൻ ഏറ്റെടുത്തു. ആദ്യം B2C ആയിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി B2C എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ, 2 വിറ്റാൽ 1000 രൂപ, വിൽക്കുന്നതിനനുസരിച്ച് വരുമാനം വരും. അപ്പൊ പോക്കറ്റ് മണി ഒക്കെ നടന്നു പോകുന്നുണ്ട്, കോളേജ് ലൈഫൊക്കെ നടന്നുകൊണ്ട്. പക്ഷെ വലിയ വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് B2B ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അങ്ങനെ B2B ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 24ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു മുതൽ മുടക്കും ഇല്ലാതെ തുടങ്ങിയ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ പ്രോഫിറ്റ് 55 ലക്ഷം രൂപ വരുമാനമായിട്ട് സാധിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 24 വയസ്സായിട്ടുള്ളൂ. നേരത്തെ ഫർഷൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ 24-25 പ്രായമുള്ള ആൾക്കാർ മാക്സിമം എത്ര വരുമാനം വാങ്ങുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് 3.5 വർഷം മുമ്പ് ഈ മേഖല ഏറ്റെടുക്കാൻ ഒരു ചങ്കൂറ്റം കാണിച്ചു എന്നുള്ള കാരണത്താല് കഴിഞ്ഞ ഒരു മാസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് 6,26,200 രൂപയാണ്. വലിയ കല്ല് ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയണം, പലരും കൈയടിക്കാൻ മടിച്ചോട് പറയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഹാൾ വിട്ട് പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് വരികയാണെങ്കിൽ വിത്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം കാണിച്ചതിന് ശേഷം മാത്രമേ സഫാൻ പോകുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു 55 ലക്ഷം രൂപ വരുമാനം വാങ്ങി. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള അച്ചീവ്മെന്റുകൾ നേടിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ 24 വയസ്സ് 25 വയസ്സുള്ള ആൾക്കാർ ബൈക്ക് സ്കൂട്ടറൊക്കെ വാങ്ങുന്ന സമയത്ത് സഫാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലൂടെ 25 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന കാലം സ്വന്തമാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിലും പ്രൗഡായിട്ട് പറയാൻ കാരണം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ +2 ഡിഗ്രി കോപ്പി അടിച്ച് പാസ്സായതാണ്. അപ്പൊ തന്നെ എന്റെ പഠന നിലവാരം നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. കോപ്പി അടിച്ച പക്ഷെ പാസ്സാവും, കോപ്പി അടിച്ചിട്ടാണെങ്കിൽ പാസ്സാവും. അതായത് നമ്മളൊരു കൺസെപ്റ്റ്. ഡിഗ്രിക്ക് ടീച്ചർമാർക്ക് നല്ലോണം തരം താഴ്ത്തിയിട്ടുണ്ട്. എവിടെ എത്തും കാണാം, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് നല്ല ജോലി കിട്ടിയത് തന്നെ എന്നുള്ള രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നേ എനിക്കറിയാം ഞാൻ ജോലി അല്ല ബിസിനസ് ആണ് തിരഞ്ഞെടുക്കുക അന്നേ അറിയാം. പക്ഷെ വിജയിക്കോ ഇല്ല എന്നുള്ള അറിയും. പക്ഷേ 21ാമത്തെ വയസ്സിൽ ഇറങ്ങിയ ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇറങ്ങിയ അതേ കോളേജിലേക്ക് 24ാമത്തെ വയസ്സിൽ അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തു. അവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 24 വയസ്സുകാരൻ ഏത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും ഡ്രീമാണെന്ത്, സ്വന്തം കോളേജിലേക്ക് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. അത് 24ാമത്തെ വയസ്സിൽ നേടിത്തന്നത് ഇന്ന് നിങ്ങളായിട്ടുള്ള ഇതേ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതേ അവസരം. സോ
ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വാല്യബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ എന്റെ